തലസ്ഥാനത്തെ രാഷ്ട്രീയ പ്രവർത്തകരുടെ കണ്ണും കാതും ഇനി വിഴിഞ്ഞത്താണ്. കാരണം ജനുവരി 12-നാണ് ഈ വാർഡിൻ്റെ ഉപതെരഞ്ഞെടുപ്പ്. 13-ന് വോട്ടെണ്ണും. കേവല ഭൂരിപക്ഷമായ 51 തികയ്ക്കാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ ബി.ജെ.പിക്ക് വിജയിപ്പിക്കേണ്ടതുണ്ട്. തോൽവിയിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന LDF-ന് ജീവശ്വാസം നൽകും ഇവിടുത്തെ LDF-ൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയം. UDF-നാണെങ്കിൽ 19 എന്നത് 20 വിജയം അത്യാവശ്യമാണ്. 14,000-ഓളം വോട്ടുകളുണ്ട് വാർഡിൽ. ന്യൂനപക്ഷ വോട്ടുകളാണ് കൂടുതൽ. അതിലാണ് UDF-ൻ്റെയും LDF-ൻ്റെയും പ്രതീക്ഷയും ബി.ജെ.പിയുടെ പ്രതീക്ഷ കുറയുന്നതും. സഖാവ് നൌഷാദാണ് LDF-ൻ്റെ സ്ഥാനാർത്ഥി. 2015-ൽ ഇവിടെ കൗൺസിലറായിരുന്ന റഷീദ് CPM-ന് വിമതനായി മത്സരിക്കുന്നതാണ് ഇവരുടെ തലവേദന. സുധീർ ഖാനാണ് UDF-ൻ്റെ സ്ഥാനാർത്ഥി. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായി മുമ്പുണ്ടായിരുന്ന ഹിസാൻ ഇവിടെ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇവർക്കും തലവേദനയാണ്. സർവശക്തിപുരം ബിനുവാണ് ബി.ജെ.പിക്ക് വേണ്ടി താമര ചിഹ്നത്തിൽ ജനവിധി തേടുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ജസ്റ്റിൻ ഫ്രാൻസിസിൻ്റെ അപകട മരണത്തെ തുടർന്നാണ് വിഴിഞ്ഞത്ത് അന്ന് തെരഞ്ഞെടുപ്പ് നടക്കാതിരുന്നത്. വലനിറയെ മീനുമായി കയറി വരുന്ന വോട്ടർമാർക്ക് മുന്നിൽ ചാകര പോലെ 9 സ്ഥാനാർത്ഥികളുണ്ട്. എല്ലാവർക്കും ജീവൻ മരണ പോരാട്ടം. ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിഴിഞ്ഞം ചെറിയൊരു മീനല്ല. തിരുവനന്തപുരത്ത് നിന്ന് റാഹിസ് റഷീദ്, റിപ്പോർട്ടർ.